ഈസി ആയിട്ടുള്ള ഒരു മാംഗോ പുഡിംഗ് റെസിപ്പി നമുക്കിന്ന് നോക്കാം. അതിന് നല്ല പഴുത്ത മാങ്ങ വേണം. അത് നല്ല ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഗ്രൈൻഡറിൽ മാംഗോസ് ഇടാം. അതിന് ശേഷം പഞ്ചസാരയും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം നമുക്കതിൽ കുറച്ച് പാല് ചേർക്കാം. പാല് ചേർത്തതിന് ശേഷം കുറച്ച് പാലിൽ നമുക്ക് അരിപ്പൊടി മിക്സ് ചെയ്തെടുക്കാം. ലംസ് ഒന്നും ഇല്ലാതെ നല്ലോണം മിക്സ് ചെയ്ത് സൈഡിൽ വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം, ലംസ് ഒന്നും ഇല്ലാതെ. ഇതിന് ശേഷം ഒരു പാൻ എടുക്കുക. പാൻ ചൂടായതിന് ശേഷം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച മാംഗോ പൾപ്പ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ചെയ്യാൻ. നമ്മൾ മിക്സ് ചെയ്ത് വെച്ച റൈസ് ഫ്ലവർ അത് ഇതിനകത്തോട്ട് ഇടാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മാംഗോ പുഡിംഗ് ഇടാൻ വേണ്ടിയിട്ട് ഒരു കണ്ടെയ്നറിൽ നന്നായിട്ട് ബട്ടറോ നെയ്യോ ചേർത്ത് വെക്കാം. കുറച്ച് നാരങ്ങ നീര് ചേർക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം വീണ്ടും. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. എന്നിട്ട് ഇത് നമുക്ക് നമ്മുടെ കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യാം. കണ്ടെയ്നറിൽ ഇട്ട് കഴിഞ്ഞിട്ട് ആ ചൂടൊക്കെ മാറി കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീസറിൽ ഫ്രീസ് ചെയ്യാം. ഒരു 8 മണിക്കൂറെങ്കിലും വെക്കണം. ഇന്നുണ്ടാക്കുകയാണെങ്കിൽ നാളെ നമുക്ക് എടുക്കുകയും ചെയ്യാം. അപ്പോൾ നന്നായിട്ട് അത് കട്ടിയായി ഒരു പുഡിംഗ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് നല്ല ബോക്സായിട്ട് സ്ക്വയറായിട്ടോ ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുത്ത് കഴിക്കാം. ഇത് നല്ലൊരു ഈസി ആയിട്ടുള്ള ഒരു പുഡിംഗാണ്. നമുക്ക് വേണമെങ്കിൽ ഈ സെയിം മാംഗോ പുഡിംഗ് നമുക്ക് കോക്കനട്ട് പുഡിംഗ് ആയിട്ടും ഉണ്ടാക്കാം, കോഫി പുഡിംഗ് ആയിട്ടും ഉണ്ടാക്കാം. നമ്മുടെ ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് നമുക്ക് യൂസ് ചെയ്തിട്ട് അങ്ങനെ ഒരു പുഡിംഗ് ഉണ്ടാക്കാം. കാരമൽ പുഡിംഗ് ഉണ്ടാക്കാം. സോ നിങ്ങൾ ട്രൈ ചെയ്ത് കമൻറ്റ് ചെയ്യൂ.